Dear students, we are now going to see the next part of molecular basis of inheritance. So the heading that we are dealing today is regulation of gene expression. Regulate ചെയ്യാൻ control ചെയ്യാം. Gene expression control ചെയ്യുന്നത് എന്തൊക്കെയാണ്? In eukaryotes, gene expression occurs by following levels. 4 ലെവലിലാണ് gene expression നടക്കുക. Transcriptional level, processing level, transport of messenger RNA from nucleus to cytoplasm, and translational level. ഇങ്ങനെ 4 ലെവൽസ് ആയിട്ടാണ് ജീൻ എക്സ്പ്രഷൻ നടക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ലെവല് നമ്മൾ കണ്ടു. ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ്സിന് ഒരു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ലെവൽ കണ്ടു. പ്രോസസ്സിംഗ് ലെവലിലാണ് അത് സ്പ്ലൈസിങ്, ക്യാപ്പിംഗ് ഇതൊക്കെ പ്രോസസ്സ് നടന്ന് ഒരു കംപ്ലീറ്റ് മെച്ചുവേർഡ് mRNA ആവുന്നത് നമ്മൾ കണ്ടു. Then this mRNA is transported. ന്യൂക്ലിയസിൽ ഉണ്ടായിരുന്ന mRNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസ്മിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. Then ട്രാൻസ്ലേഷണൽ ലെവൽ, പ്രോട്ടീൻ ഫോർമേഷൻ. ഈ 4 ലെവൽസ് ആയിട്ടാണ് ജീൻ എക്സ്പ്രഷൻ യൂകാരിയോട്സിൽ നടക്കുന്നത്. The metabolic, physiological and environmental conditions regulate the gene expression. ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സസ്, ഫിസിയോളജി, ബോഡിയുടെ ഫിസിയോളജിക്കൽ കണ്ടീഷൻ, എൻവയോൺമെന്റ്, ഔട്ട്സൈഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, ഇതെല്ലാം ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇൻ എസ്ക്രീഷ്യ കോളൈ, ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം hydrolyzes lactose into galactose and glucose. In the absence of lactose, the synthesis of beta galactosidase stops. അപ്പോൾ എസ്ക്രിഷ്യ കോളൈ എന്ന ബാക്ടീരിയയിൽ ലാക്ടോസിനെ ഹൈഡ്രലൈസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. ലാക്ടോസ് ഇല്ലെങ്കിൽ, ഈ കോളയുടെ ബോഡിയിൽ ലാക്ടോസ് ഇല്ലെങ്കിൽ ബീറ്റ ഗാലക്ടോസിഡേസിന്റെ സിന്തസിസ്, അതിന്റെ ഉൽപാദനം നിൽക്കും. കാരണം അതിന്റെ ആവശ്യം അവിടെ ഇല്ല. ബിക്കോസ് ലാക്ടോസ് ഈസ് ആബ്സെന്റ്. The development and differentiation of embryo into adult are a result of the expression of several set of genes. അപ്പോൾ ഒരു എംബ്രിയോ അഡൾട്ടായി മാറുന്ന ആ ഒരു ഡെവലപ്മെന്റും ഓർഗൻസിന്റെ ഒക്കെ ഡിഫറൻസിയേഷനിലും കുറേ ജീൻസിന്റെ എക്സ്പ്രഷൻ വഴിയാണ് നടക്കുക. If a substrate is added to growth medium of bacteria, a set of genes is switched on to metabolize it. It is called induction. അപ്പോൾ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്ന കൾച്ചർ മീഡിയത്തിലേക്ക് ഒരു സബ്സ്ട്രേറ്റ്, ഏതെങ്കിലും സബ്സ്ട്രേറ്റ് നമ്മൾ ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ലാക്ടോസ് ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. ലാക്ടോസിനെ ഹൈഡ്രലൈസ് ചെയ്യേണ്ട ആ ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ്, അതിൻ്റെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഗ്രൂപ്പ് ഓഫ് ജീൻസ് ഉടനെ സ്വിച്ച് ഓൺ ആവുന്നു. എന്നാൽ മാത്രമേ ലാക്ടോസിന്റെ ഹൈഡ്രോളിസിസ് നടക്കുള്ളൂ. ഈ പ്രോസസ്സിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ. വെൻ എ മെറ്റബോളൈറ്റ് ഈസ് ആഡഡ്, the genes to produce it are turned off. This is called repression. നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ നടക്കുകയാണെങ്കിൽ, ആ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ജീൻസിന്റെ ഓണായ ജീൻസ് ഓഫ് ആവുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ റിപ്രഷൻ എന്ന് പറയുന്നു. റിപ്രഷൻ. സോ ഇൻഡക്ഷൻ ആൻഡ് റിപ്രഷൻ. Now we can see ഓപ്പറോൺ കോൺസെപ്റ്റ്. അപ്പോൾ ജീൻ എക്സ്പ്രഷന്റെ കൺട്രോൾ വരുന്ന ഒരു example. It's important. Operon concept. Each metabolic reaction is controlled by a set of genes. ഓരോ metabolic reaction കുറേ ജീൻസിന്റെ കൺട്രോളിലാണ്. All the genes regulating a metabolic reaction constitute a operon. ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ, ഒരു മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഫുൾ ജീൻസ്, ആ ഫുൾ ജീൻസിന്റെ ഒരു ടോട്ടലിനെയാണ് നമ്മൾ ഓപ്പറോൺ എന്ന് പറയുന്നത്. ലാക് ഓപ്പറോൺ ഉണ്ട്, ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറോൺസ് ആർ there. First we can see lac operon. Lac operon is the operon controlling lactose metabolism. ലാക്ടോസിന്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ആ സെറ്റ് ഓഫ് ജീൻസ്, ആ ഗ്രൂപ്പ് ഓഫ് ജീൻസിന് നമ്മൾ ലാക് ഓപ്പറോൺ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്ക് മൊണാർഡ്. ജേക്കബ് മൊണാർഡ്സ് എന്നാണ് ലാക് ഓപ്പറോൺ എന്നാണ് സാധാരണ അറിയപ്പെടുക. 2 സയന്റിസ്റ്റ്, ഫ്രാങ്കോയിസ് ജേക്കബും ജാക്ക് മൊണാർഡും ആണ് ഈ ലാക് ഓപ്പറോൺ പ്രപ്പോസ് ചെയ്തത്. സോ നൗ വി ക്യാൻ സി എന്തൊക്കെയാണ് ലാക് ഓപ്പറോണിൽ വരുന്ന കമ്പോണൻസ്.
ലാക്കോപ്രോൺ കൺസിസ്റ്റ് ഓഫ് എ റെഗുലേറ്ററി ഓർ ഇൻഹിബിറ്ററി ജീൻ. കണ്ടു, ഫസ്റ്റ് ഐ ജീൻ, താഴെ റെഗുലേറ്ററി ജീൻ എഴുതിയിട്ടുണ്ട്. ലാക്കോപ്രോണിൽ ഒരു റെഗുലേറ്ററി ജീൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ജീൻ ഉണ്ട്. ഇറ്റ് കോഡ്സ് ഫോർ റിപ്രസർ പ്രോട്ടീൻ. അപ്പൊ ഐ ജീൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് കോഡ് ഫോർ റിപ്രസർ പ്രോട്ടീൻ. റിപ്രഷൻ എന്ന പ്രോസസ് നമ്മൾ കണ്ടു അല്ലേ? ആ റിപ്രഷന് ഉണ്ടാക്കുന്ന പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീനാണ് ഈ ഐ ജീൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ജീൻ അല്ലെങ്കിൽ റെഗുലേറ്ററി ജീൻ. കൂടാതെ 3 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്, ZYA, 3 സ്ട്രക്ചറൽ ജീൻസ്. ദെൻ ആൻ ഓപ്പറേറ്റർ റീജിയൻ, O എന്ന് പറയുന്ന ഓപ്പറേറ്റർ റീജിയൻ. അപ്പോൾ ലാക്കോപ്രോണിലെ മെയിൻ പാർട്സ് ഇതൊക്കെയാണ്. ഐ ജീൻ, ഇറ്റ് ഇസ് ദ റെഗുലേറ്ററി ജീൻ, ഇറ്റ് കോഡ്സ് ഫോർ റിപ്രസർ പ്രോട്ടീൻ. O operator region, then 3 structural genes Z, Y and A. ഓരോ സ്ട്രക്ചറൽ ജീൻസിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. Z gene codes for beta galactosidase. It hydrolyzes lactose to galactose and glucose. Beta galactosidase എന്ന എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താ? ലാക്ടോസിനെ ഹൈഡ്രലൈസ് ചെയ്യുക. എന്തായിട്ട്? ഗാലക്ടോസും ഗ്ലൂക്കോസും ആയിട്ട്. Y gene, it codes for permease. Y gene കോഡ് ചെയ്യുന്നത് എൻസൈം പെർമിയേസ് ആണ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ഫംഗ്ഷൻ? ഇറ്റ് ഇൻക്രീസസ് പെർമിയബിലിറ്റി ഓഫ് ദ സെൽ ടു ബീറ്റ ഗാലക്ടോസൈഡ്സ്. അപ്പോൾ ബീറ്റ ഗാലക്ടോസൈഡ്സ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്. ലാക്ടോസ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള പെർമിയബിലിറ്റി കൂട്ടുക. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കാനുള്ള ആ ഒരു സാധ്യത കൂട്ടുന്നതിനെയാണ്, മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റി കൂട്ടുന്നതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയാം. സോ പെർമിയേസ് എന്ന എൻസൈമിന്റെ ഫംഗ്ഷൻ ലാക്ടോസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ആ ഇത് കൂട്ടുക, പെട്ടെന്ന് കടത്തി വിടാൻ സഹായിക്കുക. ദെൻ എ ജീൻ, ഇറ്റ് കോഡ്സ് ഫോർ ട്രാൻസ് അസെറ്റിലേസ്. അപ്പോൾ 3 സ്ട്രക്ചറൽ ജീൻസിനും 3 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഇനി ലാക്കോപ്രോൺ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുക? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. അപ്പോൾ എപ്പോഴും ലാക്കോപ്രോൺ പറയുമ്പോൾ കണ്ടീഷൻ നിങ്ങൾ പറയണം, ഇൻഡ്യൂസർ ആബ്സെന്റ് ആകുമ്പോൾ. എന്താണ് ഇൻഡ്യൂസർ? ഇവിടെ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്. കാരണം ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓപ്രോൺ ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഹിയർ ദ ഇൻഡ്യൂസർ ഈസ് ലാക്ടോസ്. അപ്പോൾ ഇത് ഏത് കണ്ടീഷനിലാണ് ഈ ലാക്കോപ്രോൺ ഫംഗ്ഷൻ ചെയ്യുന്നത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് നടക്കുന്ന ലാക്കോപ്രോണിന്റെ ഡയഗ്രമാണ് ഇത്. ഇഫ് ദർ ഈസ് നോ ലാക്ടോസ് ഓർ ഇൻഡ്യൂസർ, ലാക്കോപ്രോൺ റിമെയിൻസ് സ്വിച്ച്ഡ് ഓഫ്. ലാക്ടോസ് ഇല്ലെങ്കിൽ ലാക്കോപ്രോൺ ഫംഗ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാക്കോപ്രോൺ സ്വിച്ച്ഡ് ഓഫ് ആവും. ദ റെഗുലേറ്ററി ജീൻ എന്ന് പറഞ്ഞാൽ ഐ ജീൻ, ഇറ്റ് സിന്തസൈസസ് മെസ്സഞ്ചർ RNA ടു പ്രൊഡ്യൂസ് റിപ്രസർ പ്രോട്ടീൻ. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഐ ജീൻ ഒരു റിപ്രസർ mRNA ഉണ്ടാക്കുന്നു. mRNA എന്ന് ട്രാൻസ്ലേഷൻ വഴി റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവുന്നു. ദിസ് പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ. ഈ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനിൽ ഓയിൽ ബൈൻഡ് ചെയ്ത് ആൻഡ് ബ്ലോക്സ് ദ RNA പോളിമറൈസ് മൂവ്മെന്റ്. സോ ദ സ്ട്രക്ചറൽ ജീൻസ് ആർ നോട്ട് എക്സ്പ്രസ്ഡ്. റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ജീൻസ് ഒരിക്കലും എക്സ്പ്രസ്ഡ് ആവില്ല, അത് സ്വിച്ച്ഡ് ഓഫ് ആയിട്ടിരിക്കും. ഇത് ഏത് കണ്ടീഷനിലാണ്? വെൻ ലാക്ടോസ് ഈസ് ആബ്സെന്റ് ഓർ വെൻ ഇൻഡ്യൂസർ ഈസ് ആബ്സെന്റ്. ഇൻഡ്യൂസർ ആബ്സെന്റ് ആകുമ്പോൾ നടക്കുന്ന ഒരേ ഒരു ഫംഗ്ഷൻ, regulatory gene produces repressor mRNA and produces repressor protein. This repressor protein binds with operator region and switch off all the expression of structural genes Z, Y and A. ഇതാണ് first process. Now we can see what happens in the presence of inducer. Inducer ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? If inducer എന്ന് പറഞ്ഞാൽ lactose ആണ്. If lactose is provided in the growth medium, the lactose is transported into the E. coli cells by the action of permease. Growth mediatil, ബാക്ടീരിയ വളരുന്ന മീഡിയത്തിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ അത് ബാക്ടീരിയ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറണം അല്ലേ? അതിന് സഹായിക്കുന്ന എൻസൈമാണ് പെർമിയേസ്. ദ ലാക്ടോസ് ബൈൻഡ്സ് വിത്ത് റിപ്രസർ പ്രോട്ടീൻ. ഇവിടെയും റെഗുലേറ്ററി ജീൻ റിപ്രസർ mRNA റിപ്രസർ പ്രോട്ടീനെ ഉണ്ടാക്കുന്നു. ബട്ട് ഹിയർ സിൻസ് ദ ഇൻഡ്യൂസർ ഈസ് പ്രസന്റ്, ഇൻഡ്യൂസർ ലാക്ടോസ് ബൈൻഡ്സ് വിത്ത് ദ റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ ദ റിപ്രസർ പ്രോട്ടീൻ കനോട്ട് ബൈൻഡ് ടു ഓപ്പറേറ്റർ റീജിയൻ. റിപ്രസർ പ്രോട്ടീൻ ലാക്ടോസ് ആയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് അതിന് ഇനി ഓപ്പറേറ്റർ റീജിയനായിട്ട് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ഓപ്പറേറ്റർ റീജിയൻ ബിക്കംസ് ഫ്രീ ആൻഡ് ഇൻഡ്യൂസസ് ദ RNA പോളിമറൈസ് ടു ബൈൻഡ് വിത്ത് ദ പ്രൊമോട്ടർ റീജിയൻ. അപ്പോൾ RNA പോളിമറൈസസ് ഉണ്ടാവുന്നു, അത് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നു. ദെൻ ദ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട്സ്. ZYA ഈ 3 ജീൻസിന്റെ സ്ട്രക്ചറൽ ജീൻസിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. സെഡ് ജീൻ ബീറ്റ ഗാലക്ടോസിഡേസ് ഉണ്ടാക്കുന്നു, Y ജീൻ പെർമിയേസ് ഉണ്ടാക്കുന്നു, A ജീൻ ട്രാൻസ് അസെറ്റിലേസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ലാക്ടോസിന്റെ മെറ്റബോളിസം
പ്രോപ്പറായിട്ട് നടക്കുന്നു. സോ ഇതാണ് ലാക്ക് ഓപ്പറോണിൻ്റെ രണ്ട് കണ്ടീഷൻസ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറും ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസറും. ദിസ് ഡയഗ്രാം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാം വരയ്ക്കണം. ക്വസ്റ്റ്യൻ വന്ന രണ്ട് കണ്ടീഷനിലും ഡയഗ്രാം വരച്ചിരിക്കണം. അതിൻ്റെ ഓരോ ജീൻസും ഉണ്ടാക്കുന്ന എൻസൈംസ് കൃത്യമായിട്ട് എഴുതണം. ഇതാണ് ആക്ച്വൽ ഡയഗ്രത്തിൻ്റെ ഡയഗ്രാം കേട്ടോ. കംപ്ലീറ്റ് എല്ലാം ലേബിൾ ചെയ്തിരിക്കണം. ഗ്ലൂക്കോസ് ഓർ ഗാലക്ടോസ് കനോട്ട് ആക്ട് ആസ് ഇൻഡ്യൂസേഴ്സ് ഫോർ ലാക്കോപ്പറോൺ. ലാക്കോപ്പറോണിന് ലാക്ടോസ് മാത്രമേ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഗ്ലൂക്കോസും ഗാലക്ടോസും ഒരിക്കലും ഇൻഡ്യൂസർ അല്ല. റെഗുലേഷൻ ഓഫ് ലാക്കോപ്പറോൺ ബൈ റിപ്രസർ ഇസ് കോൾഡ് നെഗറ്റീവ് റെഗുലേഷൻ. അപ്പോൾ റിപ്രസർ ലാക്കോപ്പറോണിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ റെഗുലേഷൻ നമ്മൾ നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നു. ലാക്കോപ്പറോൺ ഈസ് അണ്ടർ കൺട്രോൾ ഓഫ് പോസിറ്റീവ് റെഗുലേഷൻ ആസ് വെൽ. പോസിറ്റീവ് റെഗുലേഷനും ലാക്കോപ്പറോണിൽ നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദ റെഗുലേഷൻ, ഹൗ ദ ജീൻ ഈസ് എക്സ്പ്രസ്. ജീൻ എക്സ്പ്രഷൻ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യും, ഇതൊക്കെയാണ് നമ്മൾ ഈ പോർഷനിൽ കണ്ടിരിക്കുന്നത്.